ഹലോ, എന്തൊക്കെയാ വിശേഷം? അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. രാവിലെ എണീറ്റ് നമ്മളിത് ആദ്യം മുറ്റടിക്കാനാണ് പോകുന്നത്. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. എന്നാലേ എനിക്ക് ഇനിയും തുടർന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം നമ്മൾ മുറ്റടിക്കാനാണ് പോകുന്നത്. മുറ്റമൊക്കെ നന്നായിട്ട് ഇലയൊക്കെ വീണ് നിറച്ച് മരങ്ങളാണ് കേട്ടോ നമ്മളെ മുറ്റത്ത്. അപ്പോൾ നന്നായിട്ട് ഇലയൊക്കെ വീഴും. ഡെയിലി അടിച്ചു വരിയാലും ഉണ്ടാവും. പക്ഷെ ഞാൻ 2 ദിവസം കൂടുമ്പോഴൊക്കെ അടിച്ചു വരില്ല. എനിക്ക് ഭയങ്കര മടിയാട്ടോ. പോരാത്തിന് നമുക്കൊരു വലിയ മുറ്റാണ് കേട്ടോ ഉള്ളത്. കുറച്ചൊന്ന് കുറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കും. പിന്നെ നമ്മൾ സ്വന്തം വീടല്ല, നമ്മൾ വാടകയ്ക്ക് നിൽക്കുന്നതാണ്. ഇനി ഇൻഷാ അള്ളാ നമുക്ക് സ്വന്തം വീടൊക്കെ ആകുമ്പോൾ കുറച്ച് മുറ്റം മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പം അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളിതാ അകത്തേക്ക് കയറിയിട്ടോ. അടിക്കലായി. പിന്നെ അങ്ങനെ അടിച്ചു വാരി തുടച്ച് അങ്ങനെയൊക്കെ കുറേ പരിപാടിയാണ്. അപ്പോഴേക്കും അനു എണീച്ചിരുന്നു. മോനെ എണീറ്റിട്ടില്ല കേട്ടോ. അനൂക്കാക്ക് പള്ളിയിൽ പോകേണ്ടതുകൊണ്ട് നമുക്കിവിടെ 8 മണിക്കായിരുന്നു കേട്ടോ പെരുന്നാൾ നിസ്കാരം. അപ്പോൾ അതുകൊണ്ട് വേഗം എണീറ്റ് അനു കുളിച്ച് റെഡിയായി പള്ളിയിൽ പോകാനുള്ള ഒരുക്കാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കിയിട്ടില്ല. പള്ളി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാകിസ്ഥാനി പുലാവാണ് കേട്ടോ, ബീഫ് പുലാവ്. അപ്പോൾ അതിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്. പോരാത്തിന് അപ്പം എന്ന് പറഞ്ഞാൽ നെയ്യപ്പം ഒന്നും ഞാൻ ചുട്ടിട്ടില്ല. നെയ്യപ്പം കുയ്യപ്പം ഒന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വശമില്ല. 1-2 പ്രാവശ്യമൊക്കെ കുയ്യപ്പം ചുട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അത് അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് പെർഫെക്റ്റ് ആവുന്നില്ല. അപ്പം നമ്മൾ കിള്ളിട്ടപ്പാണ് കേട്ടോ ചുടുന്നത്, പഴം വെച്ചിട്ടുള്ള. അതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടവുമാണ്, എനിക്ക് ഉണ്ടാക്കാനും സുഖമാണ് കേട്ടോ. പക്ഷെ അവിടെയും ഒരു ഫ്ലോപ്പ് ഉണ്ടായി. കാരണം പഴം അത്രയ്ക്ക് അങ്ങോട്ട് പഴുത്തില്ലായിരുന്നു. പുറമൊക്കെ കാണുമ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, പക്ഷെ അത് തീരെ ഉടയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ പറഞ്ഞില്ലേ, അല്ല നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഒരു ടഫ് പിടിച്ച പരിപാടിയായിരുന്നു ഇന്നത്തെ മൊത്തത്തിൽ. എല്ലാം ഞാൻ പ്ലാൻ ചെയ്തതിന്നൊക്കെ മാറിയിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ചോറൊക്കെ വെക്കാൻ വേണ്ടി റെഡിയാക്കി ബീഫൊക്കെ വേവിച്ച് വെച്ചിരുന്നു. തലേന്നേ ബീഫൊക്കെ വാങ്ങി വെച്ചു കേട്ടോ നമ്മൾ. എല്ലാവരും അതെ, ബീഫൊക്കെ ഇറച്ചിയൊക്കെ തലേന്ന് തന്നെ വാങ്ങി വെച്ച് എല്ലാം സെറ്റാക്കുമല്ലോ. അപ്പം അങ്ങനെ വേവിച്ച് വെച്ചു. ഞാൻ രാവിലെയാണ് കേട്ടോ വേവിച്ചത്, തലേന്ന് വേവിച്ച് വെച്ചില്ല. അങ്ങനെ ഇതാ ചോറും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. കുറേയൊന്നും വെക്കുന്നില്ല കേട്ടോ. നമ്മളാകെ 1 കിലോൻ്റെ വെച്ചിട്ടുള്ളൂ. 1 കിലോനോ 1.5 കിലോനോ അത്രേ വെച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം എല്ലാവരും അവനവൻ്റെ ഒക്കെ വീട്ടിൽ വെച്ചിട്ട് ആരും അങ്ങനെ വന്നാൽ ഫുഡൊന്നും കഴിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾക്ക് തന്നെ നമ്മൾ കുറച്ച് ആരെങ്കിലുമൊക്കെ 2-3 പേര് വന്നാലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത്രേ ആക്കിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ചോറ് ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അനൂക്ക് പള്ളിയിലൊക്കെ പോയിന്. അച്ചുവാണെങ്കിൽ എണീക്കുന്നത് കാണുന്നേ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ വിളിച്ചുമില്ല, കാരണം ചോറൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് വിളിച്ചാൽ അപ്പോൾ എനിക്ക് അത് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ അങ്ങനെ അതൊക്കെ റെഡിയാക്കി. പിന്നെ ഈ കിള്ളിട്ടപ്പം ഉണ്ടാക്കാൻ വേണ്ടി പഴം കൊണ്ടുവന്നതുകൊണ്ട് ആൾ പറഞ്ഞിരുന്നു എനിക്ക് രാവിലെ പുട്ട് മതിയെന്ന്. പഴം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏത് പഴവും ഇഷ്ടമാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് പുട്ട് മതി ഉമ്മച്ചി, ഞാൻ പഴവും കൂട്ടി തിന്നോളാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ പുട്ടുണ്ടാക്കാനൊന്നും നേരം ഉണ്ടായിരുന്നില്ല. പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്ക് ചോറുണ്ടാക്കുക എന്നുള്ളത് ഒരു കണക്കാട്ടോ. ഞാനെപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറ്, ആദ്യം തൊട്ടേ അങ്ങനെയാണ് കേട്ടോ. എൻ്റെ പുരയിലും അങ്ങനെ തന്നെയാണ്. പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കും നമ്മൾ ചോറ് റെഡിയാക്കാറുണ്ട്. രാവിലെ നമ്മളവിടെ അധികവും ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കൽ. ഞാൻ ചെറുതാകുമ്പോൾ തൊട്ടേ അതെ, ചിക്കൻ ബിരിയാണി, കാരണം എൻ്റെ ഉമ്മച്ചി ചിക്കൻ കൂട്ടാത്തതുകൊണ്ട് ചിക്കൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കലില്ല. അപ്പോൾ ബീഫിൻ്റെ മസാലയും കൂട്ടി രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ചോറാണ് തിന്നൽ. ബീഫ് ബിരിയാണീൻ്റെ മസാലയും കൂട്ടിയിട്ട് അതൊക്കെ ഒരു ഭയങ്കര നൊസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരുടെയും ഒന്ന് വൃത്തിയാക്കുകയാണ്. കൂടെ തന്നെ ഓരോന്ന് വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും അനു വന്നിട്ടോ. പക്ഷെ നമ്മളെ കുളിക്കലും ഒരുങ്ങലൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ അനുക്ക വന്നതിൻ്റെ ശേഷം അനുക്കാക്ക് ചോറൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ കുളിക്കാൻ നിന്നത്. ഞാൻ പിന്നെ കുളിച്ച് റെഡിയായി. കുറേ കണ്ണൊക്കെ എഴുതലൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാനുള്ള ഓർമ്മ ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ അങ്ങനെ ചുരിദാറും കാര്യങ്ങളൊന്നും ഇടലില്ല, കാരണം അനുവിന് അത്രയ്ക്ക് വലിയ ഇഷ്ടമില്ല ചുരിദാറൊന്നും. എപ്പോഴും ഒന്നിലും ജീൻസും ടോപ്പും കാര്യങ്ങളൊക്കെയാണ് അധികം എടുക്കാറ് കേട്ടോ. വെസ്റ്റേൺ ടോപ്പൊക്കെയാണ് അധികം എടുക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ചുരിദാർ എടുത്തതാണ്. ചുരിദാർ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേപോലെ ഇഷ്ടമായ ഒരു ചുരിദാറാണ് കേട്ടോ. അങ്ങനെ കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട്, അധികമൊന്നും ഞാൻ മേക്കപ്പ് ഇടാറില്ല. ലിപ്സ്റ്റിക്ക് എന്തായാലും ഇടും കേട്ടോ. പിന്നെ പിരികമൊക്കെ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്ത്
ഒന്നും ഇട്ടില്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇടും. അത് നമുക്ക് മസ്റ്റാണല്ലോ. അങ്ങനെ കമ്മലും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ ഇടയ്ക്ക് അച്ചു എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അച്ചുവിനെ റെഡി ആക്കിയിട്ടാട്ടോ ഞാൻ റെഡി ആവാൻ നിന്നത്. അങ്ങനെ ഓനോടും എന്തൊക്കെയോ മറുപടി പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ റെഡി ആവുകയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട് വന്നിട്ടോ. ഫ്രണ്ട് വന്നിട്ട് ഓളും മക്കളും ഞങ്ങളൊക്കെ കൂടെ പിന്നെ ഒന്ന് അപ്പുറത്തെ അയൽവാസികളുടെ വീട്ടിലൊക്കെ പോയി. അതിന് മുമ്പ് അനുക്ക ഞങ്ങളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ ബന്ധുക്കളും ഉണ്ട് അടുത്ത് തന്നെ, പിന്നെ അയൽവാസികളും ഉണ്ട്. അങ്ങനെ 1-2 വീട്ടിലൊക്കെ കയറി ഇറങ്ങി പിന്നെ വന്ന് കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം എണീറ്റ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന സീനാട്ടോ. എൻ്റെ വീട്ടിലേക്കും അനൂക്കാൻ്റെ വീട്ടിലേക്കും. ആദ്യം അനൂക്കാൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് അപ്പവും പിന്നെ ബീഫൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നെയ്യപ്പം ഞാൻ ഉണ്ടാക്കിയില്ല. അപ്പം അനുവിന് ഇത് തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് അനുവിൻ്റെ വീട്ടിൽ നിന്നാണ് നെയ്യപ്പവും ബീഫൊക്കെ കഴിച്ചത്. പിന്നെ ഇത് എൻ്റെ വീടാണ് കേട്ടത്. എൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്നൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ. അങ്ങനെ പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. എൻ്റെ പുരേന്ന് ഇറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.